ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എബിഡി സാറാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. പൊളിറ്റിക്കൽ സയൻസിലെ നമ്മുടെ ഈ ആനുവൽ എക്സാമിനേഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചില ക്വസ്റ്റ്യൻസും ചില കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്തായാലും നമുക്ക് വിത്തിൻ 10 മിനിറ്റ്സ് എന്ത് ചെയ്യാം, ഒരു 10 മാർക്കിനുള്ള കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ മക്കളും ത്രൂ ഔട്ട് ക്ലാസ് കാണുക. 10 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, 10 മിനിറ്റ് ക്ലാസ്സിൽ കാണുക. അതിനുശേഷം ഓക്കെ ആണ്, സെറ്റാണ്, റെഡി ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊന്ന് ഇൻഫോം ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്, നമുക്ക് ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ സെക്യുലറിസം ആൻഡ് വെസ്റ്റേൺ സെക്യുലറിസം. ഇന്ത്യൻ സെക്യുലറിസവും വെസ്റ്റേൺ സെക്യുലറിസവും നമ്മുടെ ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളത്. കീപ് സ്ട്രിക്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഓൾ റിലീജിയൻ എന്നുള്ളതാണ്. ഭരണകൂടവും മതവും എന്താ പറയുക, കർശന അകലം പാലിക്കുന്നു എന്നുള്ളതാണ്. അത് മതകാര്യങ്ങളിൽ ഭരണകൂടം ഇടപെടുന്നില്ല എന്നുള്ളതാണ് വെസ്റ്റേൺ സെക്യുലറിസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സെക്യുലറിസം എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കടം കൊണ്ടിട്ടുള്ള വെസ്റ്റേൺ എന്നാണ്. അപ്പോൾ വെസ്റ്റേൺ സെക്യുലറിസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മതകാര്യങ്ങളിൽ ആരിടപെടുന്നില്ല, സ്റ്റേറ്റ് ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ സെക്യുലറിസത്തിലേക്ക് വരുമ്പോഴോ ഇൻറ്റർഫറൻസ് ഇൻ ദ ഓഫ് റിലീജിയൻ ആൻഡ് ഇൻ ഈച്ച് അതേഴ്സ് അഫയേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഭരണകൂടവും മതവും പരസ്പരം ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മതകാര്യങ്ങളിൽ ഭരണകൂടത്തിന് ഇടപെടലുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇടപെടലുകൾ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ദെൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ഹിസ് ഫ്രീഡം ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ വെസ്റ്റേൺ ഈ പറയുന്ന സെക്യുലറിസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് ഫ്രീഡം ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതായത് വ്യക്തിയും വ്യക്തി സ്വാതന്ത്ര്യമാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ സെക്യുലറിസത്തിലേക്ക് വരുമ്പോൾ കൺസിഡർ നോട്ട് ഓൺലി ദ റിലീജിയസ് ഫ്രീഡം ഓഫ് ദ ഇൻഡിവിജ്വൽ ബട്ട് ഓൾസോ റിലീജിയസ് ഫ്രീഡം ഓഫ് ദ കമ്മ്യൂണിറ്റീസ്. വ്യക്തികളുടെയും മതസമൂഹത്തിൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന പ്രാധാന്യം ഒരു വ്യക്തിക്ക് മാത്രമല്ല, അവിടെ മതസമൂഹത്തിനെയും സംരക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇന്ത്യൻ സെക്യുലറിസത്തിൽ നമുക്ക് എന്ത് ചെയ്യപ്പെടുന്നത്, കാണാൻ പറ്റുന്നത്. കഴിഞ്ഞിട്ടില്ല. മതം ഒരു സ്വകാര്യ വിഷയമാണ്, രാഷ്ട്രം നയവുമായിട്ട് അതിന് ബന്ധമില്ല എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന വെസ്റ്റേൺ എന്ത് ചെയ്യുന്നത് സെക്യുലറിസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ റിലിജൻ ഇസ് എ പ്രൈവറ്റ് മാറ്റർ നോട്ട് എ മാറ്റർ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളതാണ് നമ്മൾ ഇനി ഇന്ത്യയുടെ കേസിലേക്ക് വരുന്ന സമയത്ത്. എന്താണ്, രാഷ്ട്ര നയങ്ങളിൽ മതസ്വാധീനം കടന്നു വരുന്നു. റിലീജിയൻ ഹാസ് സം ഇൻഫ്ലുവൻസ് ഇൻ ദ പോളിസി ഓഫ് ദ സ്റ്റേറ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, രാഷ്ട്രത്തിൻ്റെ ചില നയങ്ങളിൽ ആര് കടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ ആരുടെ ഇടപെടലുകൾ നമുക്ക് കാണാൻ പറ്റും, മതത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ്, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പ്രത്യേകം പരിഗണിക്കുന്നില്ല. എന്താ പറയുക, ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും എല്ലാ ഒരു റിലീജിയനും എന്ത് കൊടുക്കുന്നില്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. ലൈക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് ഇടപെടുന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നില്ല. ഇവിടെ വെസ്റ്റേൺ സെക്യുലറിസത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇന്ത്യൻ സെക്യുലറിസത്തിലേക്ക് വരുമ്പോഴോ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നുണ്ട്. ഓക്കെ, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൻ്റെ റൈറ്റ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്, പരിഗണന കൊടുക്കുന്നുണ്ട്, പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് നമുക്ക് എവിടെ കാണാൻ പറ്റും, ഇന്ത്യൻ സെക്യുലറിസത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്. Then no special consideration of the right of the minority community എന്നുള്ളത് നമ്മൾ വെസ്റ്റേണിൽ പറഞ്ഞു. പക്ഷേ ഇന്ത്യൻ സെക്യുലറിസത്തിലേക്ക് മൈനോറിറ്റീസിൻ്റെ റൈറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ സെക്യുലറിസം ആൻഡ് വെസ്റ്റേൺ സെക്യുലറിസം എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇന്ത്യൻ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വവും തമ്മിലുള്ള എന്താ പറയുക പറയുന്ന താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ അവിടെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വെസ്റ്റേൺ സെക്യുലറിസം നമ്മൾ നോക്കുന്ന സമയത്ത് വെസ്റ്റേൺ സെക്യുലറിസം എന്ത് ചെയ്യുന്നുണ്ട്, റിലീജിയനും സ്റ്റേറ്റും സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഒരു രീതിയിലും എന്ത് ചെയ്യുന്നില്ല, കണക്റ്റഡ് അല്ല നമുക്ക് എന്തിൽ കാണാൻ പറ്റും, വെസ്റ്റേൺ സെക്യുലറിസത്തിൽ കാണാൻ പറ്റും. ബിക്കോസ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മാറ്ററാണ്, സ്റ്റേറ്റ് ഇടപെടേണ്ട ആവശ്യമില്ല എന്നതാണ് വെസ്റ്റേൺ സെക്യുലറിസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇന്ത്യൻ സെക്യുലറിസത്തിൽ വരുമ്പോൾ ഇന്ത്യൻ സോഷ്യൽ കണ്ടീഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് എന്തിൽ കാണാൻ പറ്റും, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കാണാൻ പറ്റും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ ചിലത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഡിനൈ ചെയ്യപ്പെടുന്ന ആക്ടിവിറ്റീസ് റിലീജിയസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, റിലീജിയസ് ആയിട്ടുള്ള പല കസ്റ്റംസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും അതിനെ എന്താ പറയുക അമെൻഡ് ചെയ്യാനും അതിനെ റിഫോം ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിനാണ്. ബിക്കോസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്
എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിട്ട് എന്നുള്ളതാണ്. ഓക്കെ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ ഈ പറയുന്ന നമ്മുടെ പറഞ്ഞ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തിലൂടെയാണ്? റിട്ടുകളിലൂടെയാണ് അല്ലെ. കോടതികൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവുകളാണ് റിട്ടുകൾ എന്നൊക്കെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കോൺസെപ്റ്റ് തന്നെയാണ് അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിട്ട്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ട്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കണം. അതിന്റെ ലിസ്റ്റ് ആദ്യം തയ്യാറാക്കാം. ഓക്കെ, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യൂററി, പ്രൊഹിബിഷൻ, കോ വാറണ്ടോ, ദീസ് ആർ ദ 5 റിട്ട്സ്. ഓക്കെ, ഇതാണ് 5 റിട്ടുകൾ എന്ന് പറയുന്നത് അല്ലെ. 5 റിട്ടുകൾ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും പ്രത്യേകതകൾ. അപ്പോൾ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിട്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ കോടതികൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവുകളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യണം? ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് റിട്ട് അധികാരങ്ങളൊക്കെ വരുന്നത് എന്നൊക്കെ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ റിട്ടുകളും എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം? എന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. ഹേബിയസ് കോർപ്പസ് നമുക്ക് നോക്കാം അല്ലേ. യെസ്, ടു ഹാവ് ദ ബോഡി എന്നുള്ളതാണ്. ആൻ ഓർഡർ ടു റിലീസ് ഇല്ലീഗലി ഡിറ്റൈൻഡ് പേഴ്സൺ. ഒരാൾ അന്യായമായി തടങ്കിൽ വെക്കുകയാണെങ്കിൽ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, അയാളെ റിലീസ് ചെയ്യാനുള്ളത് ഈ പറയുന്ന പോലെ തന്നെ എന്ത് വരുന്നതാണ്? ഹേബിയസ് കോർപ്പസിൽ വരുന്നതാണ്. ഓക്കെ, ഒരാൾ അന്യായമായി പിടിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തടങ്കിൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ അയാളുടെ ഫാമിലി അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവ്സിനെ ഇൻഫോം ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ടു ഹാവ് ദ ബോഡി എന്നുള്ളതാണ്. ഓക്കെ, അയാളെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്. ദെൻ മാൻഡമസ്, we command order to perform an act which falls with its duty എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ്, ഒരാൾ നിയമപരമായിട്ട് അയാൾക്ക് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടി, ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് അയാൾക്ക് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടി ചെയ്യാതിരിക്കുകയാണെങ്കിൽ, ഓക്കെ, അയാളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി, അത് നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണെന്ത്? മാൻഡമസ്. ഓക്കെ, മാൻഡമസ് എന്നോട് ഉദ്ദേശിക്കുന്നുണ്ട്. ദെൻ സെർഷ്യൂറി വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ വരുന്നത് ഇഷ്യൂഡ് ടു ട്രാൻസ്ഫർ കേസ് ഫ്രം ലോവർ കോർട്ട് ടു ദ ഹൈക്കോർട്ട് ഓർ കോസ് ആൻഡ് ഓർഡർ. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണ്? ഒരു കേസ് ലോവർ കോർട്ടിൽ നിന്നും ഹൈക്കോർട്ടിലേക്ക് എന്താ പറയുക മാറ്റാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് നമ്മൾ എന്ത് പറയുന്നത്? സെർഷ്യൂർ എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കീഴ്ക്കോടതിയിൽ നിന്നും കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാനാണ് സെർഷ്യൂററി അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ പ്രൊഹിബിഷൻ, ഫോർബിഡിങ് പെർഫോമിങ് ആൻ ആക്ട് ഔട്ട്സൈഡ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ എന്നാണ്. അതായത് കീഴ്ക്കോടതി ഇപ്പോൾ അതിൻ്റെ അധികാര പരിധി ഉണ്ട്, ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അത് ലംഘിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് തടയാൻ വേണ്ടിയാണ് എന്ത് പുറപ്പെടുവിക്കുന്നത്? പ്രൊഹിബിഷൻ, നിരോധനം അല്ലെങ്കിൽ പ്രൊഹിബിഷൻ അവിടെ പുറപ്പെടുവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. Then quo warranto, restrain a person from acting in public office to which he is not entitled എന്നുള്ളതാണ്. നമ്മളിവിടെ പറയുന്നുണ്ടെങ്കിൽ നിയമവിരുദ്ധമായിട്ട് പദവി വഹിക്കുന്നതിനെതിരെയുള്ള എന്താ പറയുക ഉത്തരവാണ് എന്ത് പറയുന്നത്? quo warranto എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ 5 റിട്ട്സ്. ഓക്കെ, ഇതാണ് 5 റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിട്ട് എന്ന് പറയും. ഫസ്റ്റ് റിട്ടുകളുടെ പേര് മക്കൾ എന്ത് ചെയ്യുക? ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ റിട്ടുകളുടെ പേരുകളൊക്കെ എന്ത് മക്കൾ കാണാതെ പഠിക്കണം. ഓക്കെ, റിട്ടുകളുടെ പേരുകളൊക്കെ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നമ്മുടെ അനകമിസിന്റെ ഈ പറയുന്ന പോലെ കോഡൊക്കെ വെച്ചൊക്കെ പഠിപ്പിച്ച ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? മാൻഡൂമസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്താണ്? ഒരാൾ കൃത്യമായിട്ട് അയാളുടെ ഡ്യൂട്ടി ചെയ്യണം, മാൻഡൂമസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, കൃത്യമായിട്ടും കോഡൊക്കെ വെച്ച് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം മക്കളെ. അപ്പോൾ എന്തായാലും ഈ 2 കോൺസെപ്റ്റ് പഠിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെസ്റ്റേൺ സെക്യുലറിസം ആൻഡ് ഇന്ത്യൻ സെക്യുലറിസം ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിട്ട് എന്നുള്ളതായിരുന്നു. മക്കൾക്ക് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. സെറ്റാണോ, ഓക്കെ ആണ്, റെഡി ആണെങ്കിൽ ആ കാര്യം കൂടി കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം മക്കളെ. താങ്ക് യു ഓൾ, ബൈ.